പറയുമ്പോഴാണ് നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക. ഇതേപോലെ ഒരു ദേവാലയത്തിൽ നീ ആയിരിക്കുകയില്ല. ഹന്നായോട് പുരോഹിതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. ഇതേ വാക്കാണ് സോളമൻ പറയുക, ദൈവാലയത്തിൽ നീ അർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിന്റെ കൃപാകടാക്ഷം ഉണ്ടാകും. ഹന്ന തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. അവൾ ഭക്ഷണം കഴിച്ച് മുഖം കഴുകി. പിന്നീട് അവള് മ്ലാനവദനയായിരുന്നില്ല. ഇതാ ദൈവത്തിന്റെ ആലയത്തിൽ നീ ആയിരിക്കുന്നു. ഹന്നായെ പോലെ വേദനയോടെ ഈ ആലയത്തിൽ